പുതിയ പരിശീലകനായി മിക്കേൽ സ്റ്റാറയെ നിയമിച്ച ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിലേക്ക് വമ്പൻ പ്രതീക്ഷകൾ നൽകുന്ന നീക്കങ്ങളും സ്റ്റേറ്റ്മെന്റുകളുമാണ് പുറത്തുവിടുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഡയറക്ടർ നിഖിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരം എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ വിദേശ സൈനികങ്ങൾ മുഴുവനും പൂർത്തിയാക്കി ഡ്യൂറന്റ് കപ്പിന് മുമ്പ് തന്നെ ഫുൾ സ്ക്വാഡുമായി ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ആരംഭിക്കും. അങ്ങനെയാണെങ്കിൽ ഡ്യൂറന്റ് കപ്പ്, സൂപ്പർ കപ്പൊക്കെ ബ്ലാസ്റ്റേഴ്സിന് സീരിയസ് ആയി തന്നെ ഫുൾ സ്ക്വാഡുമായി ഇറങ്ങിയേക്കും. എന്തായാലും നിലവിൽ ലൂണ, നോഹ്, മിലോസ് എന്നീ 3 വിദേശ താരങ്ങളെ നിലനിർത്തിയ ബ്ലാസ്റ്റേഴ്സ് പെപ്ര, ഫെഡോർ, സൊത്തീരിയോ എന്നീ താരങ്ങളിൽ ഒരു താരത്തെ നിലനിർത്താൻ ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെ ബാക്കിയുള്ള സെൻട്രൽ ഡിഫൻഡർ, സൂപ്പർ സ്ട്രൈക്കർ റോളുകൾക്കായുള്ള തിരച്ചിലാണ്. നിലവിൽ നല്ല രീതിയിൽ ചർച്ചയാവുന്നതും നിരവധി സാധ്യതകൾ കാണിക്കുന്നതുമായ ഡിഫൻഡർ ടോം ആൽഡ്രഡിന്റെയും സൂപ്പർ സ്ട്രൈക്കർ ജാമി മെക്ലാറിന്റെയും പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. 115 മത്സരങ്ങൾ ബ്രിസ്ബേൻ റോറിന് വേണ്ടി കളിച്ച 33-കാരനായ ഓസ്ട്രേലിയൻ ഡിഫൻഡർ ടോം ഹാൽഡ്രഡ് പുറത്തുവിട്ട ഫെയർവെൽ പോസ്റ്റിന് താഴെയായി ബ്രിസ്ബേൻ റോർ താരങ്ങളിട്ട ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കമന്റുകളാണ് ഈ റൂമറിന് തുടക്കമിട്ടത്. ഒടുവിൽ ബ്രിസ്ബേൻ റോർ വിട്ട താരം ഇനി ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ, തായ്ലാന്റ്, കൊറിയ, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് തനിക്ക് ഓഫർ ഉണ്ടെന്നും ഈ രാജ്യങ്ങളിൽ ഒന്നിനായിരിക്കും താൻ സൈൻ ചെയ്യുകയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 12 കോടി വാല്യൂ വരുന്ന സൂപ്പർ സ്ട്രൈക്കർ ജാമി മെക്ലാരൻ മെൽബൺ സിറ്റി വിട്ട് ISL-ലേക്ക് വരുമെന്ന് ഉറപ്പായപ്പോൾ അത് മോഹൻ ബഗാനാണെന്നും ഏറെക്കുറെ ഉറപ്പായ കാര്യമായിരുന്നു. എന്നാൽ ഒരു സൗത്ത് ഇന്ത്യൻ ക്ലബ്ബ് താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നപ്പോഴാണ് അത് ബ്ലാസ്റ്റേഴ്സ് ആണെന്നും കഴിഞ്ഞ 3 വർഷമായി ബ്ലാസ്റ്റേഴ്സ് താരത്തിന്റെ പുറകിലുണ്ടെന്നും പക്ഷേ അത് നടക്കാതായപ്പോഴാണ് പെരേര ഡയസിനെയും പിന്നീട് ലൂണയെയും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതെന്നാണ് റിപ്പോർട്ട്. നിലവിൽ ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനൊപ്പം റേസിലുണ്ട്. പക്ഷേ സംഭവിക്കുമോ എന്നത് ഉറപ്പില്ലാത്ത കാര്യമാണ്. എന്നാലും ട്രാൻസ്ഫർ മാർക്കറ്റുകളിൽ അട്ടിമറി നടന്നത് ചരിത്രമായതുകൊണ്ട് തന്നെ എന്തായാലും അടുത്ത റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.